മനഃപൂർവ്വം ഒരു കോളേജിനെ കരിവാരി തേക്കാൻ, ഒരു കോളേജ് നശിപ്പിക്കാൻ വളരെ പ്ലാൻഡായി ചെയ്ത ഒരു ആരോപണമാണിത്. എന്റെ മക്കളും എന്റെ മോള് എന്റെ ചേട്ടന്റെ മക്കളും എല്ലാം ഇവിടെയാണ് പഠിച്ചത്. പക്ഷെ ഒരു സ്ഥാപനത്തിനെ തകർക്കാൻ ഒരു പെൺകുട്ടി ഇല്ലേ ഒരു സ്ത്രീ വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കും. അതെ, സ്വാഭാവികല്ലേ? മൊത്തം വിഷയ. നമസ്കാരം, ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. സൂരജ് പാലക്കാരനാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരിൽ നടക്കുന്ന നഴ്സിംഗ് തട്ടിപ്പുകൾ തീർച്ചയായിട്ടും വിശദമായി ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു വാർത്ത ചെയ്യുന്നതിന് പിന്നാലെ ഒരുപാട് പേരൻസ് ആണ് നമ്മളെ വിളിച്ചത്, ഓരോ കോളേജുകളെ കുറിച്ചും കുറ്റം പറഞ്ഞത്, നല്ലത് പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കോളേജിനെ കുറിച്ച് എനിക്ക് ഏറ്റവും മോശമായ ഒരു അഭിപ്രായം കേട്ടു. പക്ഷേ ഇവിടെ 4 ദിവസമായിട്ട് ഞാൻ തങ്ങി, ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി, ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സിന്റെ ആൾക്കാരോട് സംസാരിച്ചു. പക്ഷേ ഒരു വളരെ വാസ്തവവിരുദ്ധമായ ഒരു വാർത്ത, 25 വർഷമായിട്ട് ഇവിടെ ബാംഗ്ലൂർ പ്രവർത്തിക്കുന്ന ഒരു കോളേജിനെ കുറിച്ചാണ് ഈ ഒരു വാർത്ത വന്നത്. അതെ, മൗണ്ട് ഷെപ്പേർഡ് കോളേജ്. പലരും വാർത്തകളെ കൂടെ അറിഞ്ഞു കാണുമായിരിക്കും ഈ മൗണ്ട് ഷെപ്പേർഡ് കോളേജിനെ കുറിച്ചുള്ള വാർത്ത. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെയുള്ള മിക്ക കോളേജുകളും ഒരു ക്യാമ്പസിൽ 3 കോളേജുകളാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിനും അഫിലിയേഷൻ എന്ന് പറയുന്ന സാധനമില്ല. അതുപോലെ തന്നെ ഇവരുടെ ഏജൻസികൾ മേടിക്കുന്ന കൊള്ള ലാഭം, അതിനേക്കാൾ ഉപരിയായിട്ട് ഇവർ മേടിക്കുന്ന ഈ കോളേജുകൾ മേടിക്കുന്ന അമിതമായ ഫീസ്. പക്ഷേ ഞാൻ ഈ കോളേജ് വന്ന് അന്വേഷിച്ചപ്പോൾ മനഃപൂർവ്വം ഒരു കോളേജിനെ കരിവാരി തേക്കാൻ, ഒരു കോളേജ് നശിപ്പിക്കാൻ, 25 വർഷമായിട്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്ന അവരുടെ എല്ലാ മുഖമുദ്രയും നശിപ്പിക്കാൻ വേണ്ടി വളരെ പ്ലാൻഡായി ചെയ്ത ഒരു ആരോപണമാണിത്. തീർച്ചയായിട്ടും ഇവിടെ ഈ കോളേജിനെ മുന്നോട്ട് നയിക്കാത്ത, ഇവ നശിപ്പിക്കണം എന്നാഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മറ്റു കോളേജുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫീസ് കുറവായി പോയി, ഏജൻസിക്ക് കമ്മീഷൻ കുറവായി പോയി. മറ്റു കോളേജുകൾ 10, 12, 15 വരെ വാങ്ങുമ്പോൾ ഇവർ വാങ്ങുന്നത് 7,90,000 രൂപയാണ് വാങ്ങുന്നത്. നേരിട്ട് ഈ കോളേജിൽ കോഴ്സ് ഇവിടെ ചെയ്യാനുള്ള എല്ലാവിധ സോഴ്സുകളും ഇവിടെ ഉണ്ടായിട്ടും ഈ കോളേജിനെ എന്തിന് നശിപ്പിക്കുന്നു? എല്ലാവിധ ഫെസിലിറ്റിയോടും കൂടി മാത്രമാണ് ഈ കോളേജ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയായിരുന്നു ഒരു സ്ഥാപനം നശിപ്പിച്ചിട്ട്, ഇല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവിധ ലാബിന്റെ സൗകര്യമുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ലാബുകൾ, അതുപോലെ നല്ല ലൈബ്രറി ഉണ്ട്, എല്ലാ സൗകര്യവും. ഇവർക്ക് ഫുഡ്, അക്കോമഡേഷൻ, അതുപോലെ തന്നെ യൂണിഫോം എല്ലാം അടക്കമാണ്. ഈ ഹിഡൻ ചാർജുകളൊന്നുമില്ലാതെ എല്ലാം അടക്കമാണ് 7,90,000 രൂപയ്ക്ക് ഇവിടെ ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. മനസ്സിലാക്കിയാൽ അറിയാം. കാരണം പലയിടത്തും ഈ അജണ്ട ഉണ്ടാവും, ഒളിഞ്ഞിരിക്കുന്ന ഫീസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അർത്താൽ അറിയാം, 7,90,000 രൂപയ്ക്ക് ഒരു കോളേജ് ബാംഗ്ലൂർ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ടുപോയി വിടുമ്പോൾ, മറ്റു കോളേജിൽ ഇത്രയും ഹിഡൻ ചാർജുകളും പിന്നെ അതുപോലെ തന്നെ 10, 11 ലക്ഷം രൂപ ഫീസും മേടിക്കുമ്പോൾ അവർക്കിതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കുറഞ്ഞ ഫീസിൽ ഒരു കോളേജ് പ്രവർത്തിക്കാൻ പാടില്ല. കാരണം പലരും ഇവിടുന്ന് 25 വർഷമായി പഠിച്ചുപോയ പലരും ഇവിടെ ഉണ്ട്, പല നല്ല രീതിയിൽ ഇരിക്കുന്നവരുണ്ട്. ഇത് ഈ ചേട്ടനൊക്കെ മലയാളിയാണോ? അതെ അതെ. അഡ്മിഷൻ എടുക്കാമെന്നാണോ? അല്ല, എന്റെ മോൾ ഇവിടാണ് പഠിച്ചത്. എന്റെ മോടെ പഠിത്തം നല്ല രീതിയിലാണ് പഠിപ്പിച്ചത്. സ്ട്രിക്റ്റ് ആണ്. അതാണ് പ്രശ്നം. സ്ട്രിക്റ്റ് ആയുള്ളടത്ത് പിള്ളേര് പോകില്ല, കാരണവന്മാർ വിട്ടാലും. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കേരള ഫുഡാണോ എന്ന്. പക്ഷെ ഈ ഫുഡിനെ കുറിച്ച് മാത്രം അറിയാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലർ ആയിട്ട് ക്ലാസ് നടക്കുന്നുണ്ടോ? അല്ലേ, ക്ലാസ് നടക്കുന്നുണ്ട്. അതാണ് അറിയേണ്ടത്. എന്റെ മക്കളും എന്റെ മോള് എന്റെ ചേട്ടന്റെ മക്കളും എല്ലാം ഇവിടെയാണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സ്കൂള് തെരഞ്ഞെടുത്തത്. കുഴപ്പമൊന്നുമില്ല. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി വന്ന ഡയറക്ടറെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആളെങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ലതാണ്. മോശം അഭിപ്രായമാണല്ലോ കേൾക്കുന്നത്. നല്ല സാധനം. ഇവിടെ ഫീസ് ഇത്ര കുറവായി പോയല്ലേ? ഫീസ് കുറവാ. 4 വർഷത്തിന് മുന്നേ ഞങ്ങൾ പഠിച്ച ഫീസ് കുറവായിരുന്നു. അല്ല, മറ്റു കോളേജുകൾ ഭയങ്കര ഫീസ് കൂടുതല, അത് ഉപേക്ഷിച്ചത് കുറവായിരിക്കും അല്ലേ? ചേട്ടന്റെ മക്കൾ പഠിച്ചോണ്ട് അവരും പഠിച്ചുകൂടെയാ? ആണ്, കുഴപ്പമില്ല. പലർക്കും പലതും. പക്ഷെ ഒരു സ്ഥാപനത്തിനെ തകർക്കാൻ ഒരു പെൺകുട്ടി ഇല്ലേ ഒരു സ്ത്രീ വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കും. സ്വാഭാവികല്ലേ? മൊത്തം വിഷയ. പെൺപിള്ളേര് നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഡയറക്ടർ റൂമാണ്. ഇതിന് 3 നില കെട്ടിടമോ 4 നില കെട്ടിടമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പ്രിൻസിപ്പാളിന്റെ റൂം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഇവിടെ എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്. കാരണം ഈ ചെറിയ പൈസയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു നല്ല കോളേജുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം ഈ കോളേജിൽ നിങ്ങൾക്ക് വന്നു ചേരാം. ഇവിടെ ബാംഗ്ലൂർ നടക്കുന്ന ഈ കൊള്ള, ഈ നഴ്സിംഗ് കൊള്ള എന്ന് പറയുന്നത് ചെറുതല്ല. നിങ്ങളെ പറ്റിക്കപ്പെടാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഒന്ന്, കോളേജിന്റെ അമിതമായ ഫീസ്, 10 ലക്ഷം 11 ലക്ഷം ഉള്ള ഫീസ്, അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഏജന്റ് വാങ്ങുന്ന കമ്മീഷൻ, പിന്നെ
പലതിനും അഫിലിയേഷൻ ഉണ്ടാവത്തില്ല. നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഹിഡൻ ചാർജുകൾ, യൂണിഫോമിനുമായാലും മറ്റേനാന്നൊക്കെ പറയുമ്പോൾ പിന്നെ വരുന്ന ഹിഡൻ ചാർജുകൾ. എന്തൊക്കെയായാലും ഈ കോളേജ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവരെ വിളിച്ചിട്ട് അവിടെ പോയി കാണുക. നിങ്ങൾ ആദ്യം ഹോസ്റ്റലും ഹോസ്പിറ്റലും ഒക്കെ കണ്ടതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു നല്ല സ്ഥാപനത്തിനെ തകർക്കുവാൻ വേണ്ടി മാധ്യമങ്ങൾ വഴിയും ഓൺലൈൻ ചാനൽ വഴിയും ഈ തെണ്ടിത്തരം പറഞ്ഞ് കൊടുക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കുക. സത്യം എന്താണെന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട്, ഈ കോളേജിൽ വന്ന് അന്വേഷിച്ചിട്ട്, ഈ നാട്ടുകാരന്വേഷിച്ചിട്ട് മാത്രം ഒരു സ്ഥാപനത്തെ തകർക്കാൻ നോക്കുക. ഇതെവിടെ അങ്ങനെ പറയാം. നമസ്കാരം, എന്താ പേരെന്താ? പേര് ജോർജി ജോസഫ്. ബാംഗ്ലൂരിൽ ഏകദേശം 35 വർഷം കൊണ്ട് ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ്. സ്ഥാപനം തുടങ്ങിയപ്പോൾ തൊട്ടറിയാം, എന്റെ വളരെ അടുത്ത ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് ഇതിന്റെ. ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ചാനലിൽ കണ്ട് ഈ കോളേജിനെ കുറിച്ച് അലിഗേഷൻ കേട്ടു. എത്രമാത്രം ശരിയുണ്ട്? താങ്കൾ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ മലയാളി ക്രിസ്ത്യൻ അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സിന്റെ ഞാനിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരക്കായിരുന്നു ഈ വിഷയത്തെ കുറിച്ച്. പക്ഷെ നമ്മൾ ഈ ചാനലിൽ വന്നതൊന്നും അല്ലായിരുന്നു സത്യം. എന്താണ് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് എന്റെ കസിൻസ് ഒത്തിരി പിള്ളേർ ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒരു അലിഗേഷന് ഒരു കാര്യങ്ങളെ പറ്റി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരാളാണ്. 35 വർഷത്തിൽ മേലായിട്ട് ഈ സറൗണ്ടിൽ തന്നെ താമസിക്കുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇവർ കാണിച്ച ഏറ്റവും വൃത്തികേട് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് ഫീസ് കുറച്ചു കൊടുത്തു അല്ലേ? അതാണ് മെയിൻ പ്രശ്നം. പിന്നെ റെഗുലർ ആയിട്ട് ക്ലാസ് കൊടുത്തു, അതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ഹോസ്റ്റൽ സൗകര്യം, ഫുഡ് കേരള ഫുഡ് കിട്ടുമെന്ന് ചോദിക്കുന്നത്. നിങ്ങൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ക്ലാസ് കിട്ടുന്നുണ്ടോ? നിങ്ങൾ ബാംഗ്ലൂർ കറങ്ങാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം 15 ലക്ഷം കൊടുത്ത് നിങ്ങൾക്ക് നല്ല ഹോസ്റ്റലിൽ പേരൻസിന്റെ കുട്ടികളെ വിടാം. അതല്ല, മറിച്ച് പഠിക്കാനാണ്. നിങ്ങൾ പഠിച്ച് നല്ലൊരു നഴ്സാവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇവിടുത്തെ റെഗുലറായ ക്ലാസ്സുകൾ മാത്രം നോക്കുക. അതുപോലെ ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നോക്കുക, യൂണിഫോം നോക്കുക. അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കോളേജിന്റെ പേര് മൗണ്ട് ഷെഫേർഡ് കോളേജ് എന്നാണ്. ഇവിടെ വന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങളെ കുട്ടികൾ ചേർക്കുക. അല്ലാതെ നാട്ടിലൊരു ഏജന്റ് പറയുക അവിടെ പോയി എടുത്ത് അവിടെ ഭയങ്കര അടിപൊളിയാന്ന് പറഞ്ഞ് വലിയ കോളേജ് ആയിരിക്കും. ആ ഒരു ക്യാമ്പസിൽ 2, 3, 4 കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമുക്കൊരു വണ്ടിയിൽ ഒരു ചെറിയ മാരുതി കാറിൽ 8 പേര് കയറിയാലാത്ത അവസ്ഥ എങ്ങനെയാവും എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പലതിനും പേപ്പറുകൾ വർക്കുകൾ ഒന്നും ശരിയല്ല. ഏതായാലും പ്രിയപ്പെട്ട പേരൻസെ, നിങ്ങൾ ഈ വിഷയം പഠിക്കുക, നിങ്ങൾ ഇവിടെ വരിക. നല്ല കോളേജുകൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും. ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവരെ വിളിക്കുക, അറിയുക, പഠിക്കുക. എന്താ പറയുക, പല വാർത്തകൾ ഓൺലൈൻ ചാനലിൽ വരുന്ന വാർത്തകൾ ഞാൻ ചെയ്യുന്നതായപ്പോലും പഠിച്ചിട്ട് ചെയ്യുക. അല്ലാതെ ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ വേണ്ടി നോക്കരുത്. നന്ദി, സ്നേഹം, നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.